Hey guys, welcome back to our channel Let's Talk Guys. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ചിക്കൻ മഞ്ചൂരിയൻ ആണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ ഒരു പോട്ട് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 2 സ്പൂണ് സോൾട്ട് ഇട്ട് കൊടുക്കണം. നമ്മൾ നെക്സ്റ്റ് ഇട്ട് കൊടുക്കുന്നത് മുളക് പൊടിയാണ്. അപ്പോൾ അത് 2 സ്പൂണാണ് ഇട്ടിട്ടുള്ളത്. ഗ്യാസ് നമ്മൾ നെക്സ്റ്റ് ഇട്ട് കൊടുക്കാൻ പോകുന്നത് മഞ്ഞൾപ്പൊടിയാണ്. അതൊരു 1/4 ടീസ്പൂൺ. നമ്മൾ നേരത്തെ ഗാർലിക് പേസ്റ്റ് ഇട്ടു. ഇനി ഞങ്ങൾ ഇടാൻ പോകുന്നത് ജിഞ്ചർ പേസ്റ്റാണ്. അപ്പോൾ ഞങ്ങൾ അത് 3 സ്പൂൺ ഇടുന്നുണ്ട്. നമ്മൾ നെക്സ്റ്റ് ഇട്ട് കൊടുക്കാൻ പോകുന്നതും എഗ്ഗാണ്. അപ്പോൾ നമുക്ക് പൊട്ടിച്ച് ഇട്ട് കൊടുക്കാം. ഒരെണ്ണം നമ്മൾ ഇട്ട് കൊടുക്കുന്നുള്ളൂ എഗ്ഗ്. നമ്മൾ നെക്സ്റ്റ് ഇട്ട് കൊടുക്കാൻ പോകുന്നത് മസാലപ്പൊടിയാണ്. അത് നമ്മൾ 1 സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇതെല്ലാം നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് മസാല ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഗായ്സ്, നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് നമ്മൾ കഴുകി വെച്ച് വെള്ളമൊക്കെ ഊറ്റിയ നമ്മുടെ ചിക്കനാണ്. അത് നമ്മൾ ഉണ്ടാക്കിയപ്പോൾ മസാലയിൽ നമുക്ക് ഫുള്ളായി ഇട്ട് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഇത് ഫുള്ളായി ഇട്ട് കൊടുത്തിട്ട് വേണം നമുക്ക് മിക്സ് ചെയ്യാൻ. ഗ്യാസ് നമ്മൾ മസാലയിലോട്ട് നമ്മുടെ ചിക്കനൊക്കെ നല്ല മിക്സ് ചെയ്തെടുത്തു. ഇനി നമ്മൾ നെക്സ്റ്റ് ഇടുന്നത് തേയിലയാണ്. അപ്പോൾ തേയിലും കൂടി ഇട്ടിട്ട് മസാല തന്നെ ചേർക്കാൻ വേറെ എന്നാലും നമ്മൾ ഇപ്പോഴാണ് ചേർക്കുന്നത്. നമ്മൾ അങ്ങനെ തേയിലൊക്കെ ഒഴിച്ച് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച ചിക്കൻ ഇനി നമുക്ക് 1 മണിക്കൂർ റെസ്റ്റിന് വെക്കണം. നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് ഓയിൽ ഒഴിച്ച് പിന്നെ അതിൽ ഇത്തിരി കറിവേപ്പിലയും ഇട്ട് നമ്മൾ റെസ്റ്റിന് വെച്ച ചിക്കനെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ വെച്ച ചിക്കനൊക്കെ ഫ്രൈ ചെയ്തിട്ട് കാണാം. നമ്മൾ നെക്സ്റ്റ് ഇടുന്നത് നമ്മൾ ഓയിൽ ഒഴിച്ചു പിന്നെ അതിൽ ഇത്തിരി കറിവേപ്പില ഇട്ടിട്ട് നമ്മൾ അതിൽ ഇത്തിരി ഓണിയൻ ഇടുകയാണ്. എന്നിട്ട് ഓണിയൻ നമുക്ക് ഈ ഒരു ഉള്ളി നമുക്കിനി വണക്കിയെടുക്കണം. നമ്മൾ നെക്സ്റ്റ് ഇടുന്നത് പച്ചമുളകാണ്. അത് നമ്മൾ 2 അരിഞ്ഞിടുന്നുണ്ട്. അത് നമ്മൾ 2 പീസാക്കിയിട്ടാണ് ഇടുന്നത്. പിന്നെ വന്നിട്ട് നമ്മൾ ഇടാൻ പോകുന്നത് ടൊമാറ്റോ ആണ്. അത് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതും ഇനി ഇതിലോട്ട് ഇട്ട് കൊടുക്കണം. ഗ്യാസ് ഇപ്പം നമ്മുടെ ഉള്ളി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി കുറച്ചും കൂടി മിക്സ് ചെയ്യണം. ഗ്യാസ് നമ്മൾ മല്ലിത്താഴി ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്തു. ഗ്യാസ് ഇപ്പോൾ ഏകദേശം നമ്മുടെ ചിക്കൻ മഞ്ചൂരിയൻ റെഡി ആവാറായി. എന്നാലും റെഡി ആവാറായിട്ടില്ല. ബട്ട് ഇത്തിരിയും കൂടിയല്ല ഇനി സ്റ്റെപ്സ്. അതോടെ ഇനി കഴിഞ്ഞു. ഗ്യാസ് നമ്മൾ നെക്സ്റ്റ് ഇടുന്നത് നമ്മുടെ ഗ്രീൻ ക്യാപ്സിക്കമാണ്. അത് നമ്മൾ ഇട്ടിട്ടുണ്ട്. അത് ഒരെണ്ണമാണ് നമ്മൾ കട്ട് ചെയ്തിട്ട് ഇട്ടിട്ടുള്ളത്. അതും കൂടി ഇട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം. ഗ്യാസ് ഇപ്പം നമ്മൾ നെക്സ്റ്റ് വന്നിട്ട് ഇടുന്നത് ഗാർലിക് പേസ്റ്റാണ്. അപ്പോൾ അത് വന്നിട്ട് നമ്മൾ ഒന്നുകൂടി ഇടുകയാണ്. അപ്പോൾ നമുക്ക് ആ ഗാർലിക് പേസ്റ്റും കൂടിയിട്ട് നല്ലോണം മിക്സ് ചെയ്യണം. അപ്പോൾ ഉമ്മ പറഞ്ഞു എന്തായാലും കഴിയാറായിന്ന്. അപ്പോൾ നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മൾ നെക്സ്റ്റ് ഇടുന്നത് ടൊമാറ്റോ സോസാണ്. അപ്പോൾ നമുക്ക് ടൊമാറ്റോ സോസും കൂടി ഇടാം. അപ്പോൾ നമുക്ക് പാക്കറ്റാണ് കിട്ടിയത്. ബോട്ടിലായിട്ട് കിട്ടിയില്ല. ബോട്ടിലായിട്ട് ഉണ്ടായിരുന്നു, ബട്ട് അത് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ 2 പാക്കറ്റ് വാങ്ങിച്ചു. അപ്പോൾ അതാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ 2ാമത്തെ പാക്കറ്റാണ് നമ്മൾ ഇടുന്നത്. അപ്പോൾ 2ാമത്തെ പാക്കറ്റ് നമ്മൾ ഇട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് ആ ടൊമാറ്റോ സോസ് ഇട്ട് എല്ലാത്തിനും കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം.
ഗൈസ്, അപ്പോൾ നമ്മുടെ നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച് നമ്മുടെ ചിക്കനും കൂടി നമ്മൾ ഇട്ടിട്ട് നല്ലപോലെ നമ്മളിത് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ മഞ്ചൂരിയൻ റെഡിയായി. ഇനി കുറച്ചും കൂടി മിക്സ് ചെയ്ത് വെച്ച് നമ്മുടെ മഞ്ചൂരിയൻ റെഡിയായി എന്നാണ് ഉമ്മ പറഞ്ഞത്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ചിക്കനും കൂടി നമുക്ക് ഇത്തിരി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് എന്നിട്ട് വേണം ആ ചിക്കനും കൂടി ഇട്ട് നമുക്ക് ഫുള്ളായി നമുക്ക് മിക്സ് ചെയ്ത് എടുക്കണം. അപ്പോൾ ഗ്യാസ് അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ മഞ്ചൂരിയൻ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു കേട്ടോ ഫൈനലി. അപ്പോൾ ഇതാണ് വന്ന കളറ്. നമ്മൾ അന്ന് ഉണ്ടാക്കിയപ്പോൾ ബ്രൗണാ വന്ന. അപ്പോൾ ഞാൻ എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കി. അപ്പോൾ നന്നായിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഒരു വീഡിയോ വരുന്നവരെ ബൈ.